വിവാദങ്ങൾ എരിഞ്ഞു കത്തുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് 11 മണിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്ന് ഉറപ്പിക്കാമോ? അറിയില്ല. മുഖ്യമന്ത്രി PR ഏജൻസി സഹായം തേടിയോ? ഉറപ്പിക്കാൻ കഴിയില്ല. പൂരം കലക്കലിൽ വ്യക്തത വരുമോ? അതൊക്കെ നമുക്ക് വാർത്താ സമ്മേളനത്തിൽ 11 മണിക്ക് മാത്രമേ അറിയാൻ കഴിയൂ. ഈ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി വാർത്താമാധ്യമങ്ങളെ കാണുന്നത്. മാത്രമല്ല മാധ്യമങ്ങൾ വലിയ വന്ന കുറച്ചധികം വിവാദങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ അഡ്രസ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. നമുക്കൊപ്പം ഷെവീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അതേപോലെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ ഒബ്സർവർ ദിലീപ് കുമാർ കൂടി ചേരും. ആദ്യം ഷെവീദിലേക്ക്. ഷെവീദ്, എന്തൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? മാത്രമല്ല കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം മുഖ്യമന്ത്രി നൽകേണ്ടതുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പറയുമോ എന്നറിയില്ല. പറയാതിരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. കാരണം അത്രത്തോളം രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കേണ്ടതും മുന്നണിയുടെയും പാർട്ടിയുടെയും സർക്കാരിന്റെയും ആവശ്യമാണ് എന്നുള്ള കാര്യവും വ്യക്തമാണ്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ അത് നിയമസഭാ സമ്മേളനത്തിന് സഭാതലത്തിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷം മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ ആയുധങ്ങൾ കോപ്പുകൂട്ടിയാണ് ഇപ്പോൾ നാളെ മുതൽ നിയമസഭയിലേക്ക് എത്താൻ പോകുന്നത്. ആ ചോദ്യങ്ങൾക്ക് മുൻപിൽ എങ്ങനെ പ്രതിരോധം ഉയർത്തും, എങ്ങനെ ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തും? നിയമസഭയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ സമ്മേളനം വരെ സർക്കാരിനൊപ്പം ഉണ്ടായിരുന്ന PV അൻവർ ഒരുപക്ഷെ ഇനി അപ്പുറത്തേക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ PV അൻവറിനെ പ്രതിരോധിക്കണം, രാഷ്ട്രീയ വിവാദങ്ങളെ പ്രതിരോധിക്കണം, സർക്കാർ എടുത്ത നടപടികളെ പ്രതിരോധിക്കണം. മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു പ്രത്യേക വിഭാഗത്തെ അഡ്രസ് ചെയ്തു എന്ന് പറഞ്ഞ ഹിന്ദു അഭിമുഖത്തിലെ വിവാദത്തെ പ്രതിരോധിക്കണം. അങ്ങനെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിക്ക് മുൻപിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്, മറുപടി പറയാൻ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇനി എണ്ണി പറഞ്ഞാൽ ഒന്നാമത്തേതും മുഖ്യമന്ത്രിക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കിയതുമായത് അത് PR വിവാദം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. SKN മലപ്പുറം വിവാദത്തിന് പിന്നാലെ മുഖ്യമന്ത്രി കണ്ണൂരിലെ പൊതുവേദിയിൽ വെച്ച് പറഞ്ഞത് ഹിന്ദു പത്രത്തിന് പറ്റിയ ഒരു പിഴവ് അതാണ് ആ വിവാദമായി പുറത്തേക്ക് വന്നത്. മലപ്പുറം പരാമർശത്തിൽ വിവാദമായി പുറത്തേക്ക് വന്നു. എന്നാൽ അതിനുശേഷം ഹിന്ദു ദിനപത്രം ഒരു വിശദീകരണം ഇറക്കുന്നു. ആ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നു കൈസൺ ഗ്ലോബൽ എന്ന് പറയപ്പെടുന്ന PR ഏജൻസിയാണ് അഭിമുഖം തരപ്പെടുത്തിയത്. മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നവർ രേഖാമൂലം മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്ന കൈസൺ ഗ്ലോബലിലെ പ്രതിനിധികൾ രേഖാമൂലം എഴുതി തന്ന കാര്യമാണ് വിവാദ ഭാഗം. അതടക്കം തങ്ങൾ ചേർത്തത് മാത്രമാണ് ചെയ്തത്. അതൊരു ക്രോസ് ചെക്ക് ചെയ്യാഞ്ഞത് ജേർണലിസ്റ്റിക് എറർ എന്നുള്ളത് മാത്രമായിരുന്നു ഹിന്ദുവിന്റെ വിശദീകരണം. അതോടെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുൻപ്, അതായത് കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞൊതുക്കിയ PR വിവാദം എന്ന് പറയപ്പെടുന്ന ഭൂതത്തെ കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട അവസ്ഥയായി മുഖ്യമന്ത്രിക്ക്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മധുരിച്ച് തുപ്പാനും വയ്യ, കഴിച്ചിട്ടൊട്ട് ഇറക്കാനും വയ്യ എന്ന സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി പോയി. ഏതായാലും എങ്ങനെയായിരിക്കും ആ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു വിശദീകരണം നടത്തുക? കൈസൺ ഗ്ലോബലിനെ തള്ളുമോ? മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടോ? മുൻപ് PR ഏജൻസി വഴി മുഖ്യമന്ത്രി എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ? എന്തിനാണ് ലക്ഷങ്ങൾ മുടക്കി സംസ്ഥാന സർക്കാരിന് ഒരു പബ്ലിസിറ്റി വിഭാഗം അതല്ലെങ്കിൽ ഒരു PR വിഭാഗം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണം. അതിനുമപ്പുറത്തേക്ക് രാഷ്ട്രീയമായി പ്രാധാന്യമുള്ളത് എന്തിനാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു ദേശീയ ദിനപത്രത്തിന് ഒരു അഭിമുഖം കൊടുത്തപ്പോൾ അവിടെ ഒരു PR ഏജൻസിയുടെ പ്രതിനിധികൾ, അവരിലുണ്ടായിരുന്ന 2 പേർ ആരൊക്കെയാണ്? ആ 2 പേരിൽ ആരാണ് രേഖാമൂലം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെന്ന പേരിൽ ആ വിവാദ ഭാഗം ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത്? അങ്ങനെ ആ PR വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി നമുക്കിന്ന് പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, അത് ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ടാണ്. അന്വേഷണ റിപ്പോർട്ട് കൊടുക്കേണ്ട അവസാന ദിവസം ഇന്നാണ്. സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും, ഒരു സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചേക്കും എന്നുള്ളതാണ്. കാരണം RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സർവീസ് ചട്ടലംഘനമില്ല. പക്ഷേ രാഷ്ട്രീയമായ അക്കാര്യം തെറ്റാണെന്ന് വാദിക്കുന്നതും ശക്തമായ സമ്മർദ്ദമുയർത്തുന്നതും ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റണമെന്നും പറയുന്നത് LDFിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ CPI ആണ്. ഇന്നലെ AKG സെന്ററിൽ മുഖ്യമന്ത്രിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെ തരമില്ല എന്ന നിലപാട് ബിനോയ് വിശ്വം അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം തുടർ തീരുമാനം അറിയിക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. നമുക്ക് ഓർമ്മയുണ്ട് തോമസ് ചാണ്ടി വിവാദം. ആ വിവാദത്തിൽ ഈ ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന CPI മന്ത്രിമാരെ നമുക്കറിയാം. ഇന്ന് ക്യാബിനറ്റ് യോഗത്തിൽ CPI മന്ത്രിമാരും ADGP MR അജിത് കുമാറിനെ മാറ്റണം,
CPI സംബന്ധിച്ച് അത് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്ക് തൃശൂർ പൂരം കലക്കലിലെ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് ഇതുവരെയും CPI അംഗീകരിച്ചിട്ടില്ല. അക്കാര്യത്തിൽ തുടരന്വേഷണം വേണമെന്ന് ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ തുടരന്വേഷണം ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ക്യാബിനറ്റ് യോഗത്തിൽ ആ വിഷയം ചർച്ചയാകുമ്പോൾ ADGPയെ മാറ്റണമെന്ന് CPI മന്ത്രിമാർ ആവശ്യപ്പെട്ടാൽ അതും നിർണായകമാവും. മൂന്നാമത്തേത് PV അൻവറുമായി ബന്ധപ്പെട്ട വിവാദമാണ്. പുതിയ പാർട്ടി രൂപീകരണമടക്കം PV അൻവർ പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നറിയാൻ ഒരു രാഷ്ട്രീയ കൗതുകമുണ്ട്. മാത്രവുമല്ല മുഖ്യമന്ത്രി vs PV അൻവർ എന്ന രീതിയിലേക്ക് ആ ഫൈറ്റ് പോയിരുന്നു. അപ്പോൾ അക്കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി നമുക്കിന്ന് പ്രതീക്ഷിക്കാം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. മന്ത്രിസഭാ യോഗം ചേരുന്നു. ആ വളരെ പ്രധാനപ്പെട്ട അത്തരം യോഗങ്ങൾക്ക് ശേഷം 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ കൃത്യമായൊരു ഉത്തരം മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുമോ, അതോ ഏതെങ്കിലും തരത്തിൽ ഇത്തരം മറുപടി പറയേണ്ടതിൽ നിന്ന് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒഴിയുമോ? ഇതടക്കമാണ് രാഷ്ട്രീയ ആകാംക്ഷയായി നമുക്ക് ഇപ്പോൾ നമ്മൾ നോക്കിക്കാണുന്നത്. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് 11 മണിക്ക് സെക്രട്ടേറിയറ്റിലാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. 24-ൽ തത്സമയം ആ വാർത്താ സമ്മേളനം ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും വളരെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ 11 മണിയുടെ വാർത്താ സമ്മേളനം. കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ മറുപടി കാത്ത് കിടക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ADGP MR അജിത് കുമാറിൻ്റെ കാര്യവും അതുപോലെ നമ്മുടെ PR ഇൻ്റർവ്യൂ വിവാദവും തന്നെയായിരിക്കും. നമ്മുടെ പൊളിറ്റിക്കൽ ഒബ്സർവർ ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ദിലീപ് കുമാർ, യഥാർത്ഥത്തിൽ ഇന്ന് ഈ റിപ്പോർട്ട് കിട്ടിയിട്ടാവാം നടപടി എന്ന രീതിയിലുള്ള കാര്യമാണ് ബിനോയ് വിശ്വത്തിനോട് പറഞ്ഞത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ CPI എടുക്കാൻ സാധ്യതയുള്ളതും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം കർക്കശമായ നിലപാടുകൾ CPI സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ? SKN രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതുമെല്ലാം തിരുവനന്തപുരത്തേക്കാണ്. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവാദ വിഷയങ്ങളിൽ എന്തു പ്രതികരണം നടത്തും എന്നതാണ് കേരളം കാത്തിരിക്കുന്നത്. നിരവധി ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിലുണ്ട്. പ്രധാനമായും PV അൻവർ വിഷയം മുതൽ PR ഏജൻസി വിവാദം വരെയുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടതായി വരിക. PV അൻവർ ഉന്നയിച്ച നിരവധി ആരോപണങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം DGP നടത്തുന്നുണ്ട്. ആ DGP നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറുന്നുണ്ട്. മന്ത്രിസഭാ യോഗം അല്പം മുമ്പ് അവസാനിച്ചിട്ടുണ്ട്. ഈ മന്ത്രിസഭാ യോഗത്തിലടക്കം ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രി അക്കാര്യത്തിൽ എന്തു തീരുമാനമാണ് എടുക്കുന്നത്? എന്തു നിലപാട് ഈ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി എടുക്കുന്നു എന്നതറിയാനാണ് കേരളം കാത്തിരിക്കുന്നത്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ, ഒടുവിൽ തൃശ്ശൂർ പൂരം വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെ തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയം അത് മുഖ്യമന്ത്രി ആണ് അതിന് വഴിയൊരുക്കിയത് എന്ന നിലയിലുള്ള ആരോപണം പോലും PV അൻവർ ഉന്നയിച്ചിരുന്നു. അക്കാര്യങ്ങളിലുള്ള മറുപടി മുഖ്യമന്ത്രി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നത് അല്പസമയത്തിനകം നമുക്കറിയാം. അതോടൊപ്പം തന്നെ മറ്റു വിവാദ വിഷയങ്ങൾ, ADGPക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകുമോ DGPയുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ? പ്രത്യേകിച്ച് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന ഘടകകക്ഷിയായ CPI ADGP MR അജിത് കുമാറിനെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റിയേ മതിയാകൂ എന്ന കർക്കശ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ CPIയുടെ ഈ ആവശ്യത്തിന് മുഖ്യമന്ത്രി വഴങ്ങുമോ എന്നത് അല്പസമയത്തിനകം അറിയാനാകും. അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങൾ, ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള PR ഏജൻസി വിവാദം, ദേശീയ ദിനപത്രത്തിന് ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ ആ അഭിമുഖം തരപ്പെടുത്തിയത് PR ഏജൻസിയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്തിനാണ് അത്തരത്തിലൊരു PR ഏജൻസിയെ നിയോഗിച്ചത് എന്ന ചോദ്യം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. മാത്രമല്ല, ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഹിന്ദുവിലെ വാർത്തയിൽ വന്നിട്ടുള്ള മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, അത് മലപ്പുറം ജില്ലയിലെ ഈ സ്വർണ്ണക്കടത്തും അതോടൊപ്പം തന്നെ ഹവാല പണവും ഒക്കെ തന്നെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് എന്ന തരത്തിലുള്ള പരാമർശം അത് അഭിമുഖത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഹിന്ദു പത്രം പറയുന്നുണ്ട്. പക്ഷേ PR ഏജൻസിയാണ് ഈ വാചകം അതിനകത്ത് ചേർക്കണം എന്ന നിർബന്ധം പിടിച്ചത് എന്ന കാര്യവും ദ ഹിന്ദു വിശദീകരണക്കുറിപ്പായി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നതാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ആ നിർദ്ദേശം നൽകിയത് എന്നത് അറിയേണ്ടതുണ്ട്.